കോൺഗ്രസ് ഭരിക്കുന്ന മഞ്ഞളൂർ റൂറൽ സഹകരണ ബാങ്കിൽ നടന്ന വൻ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഉത്തരവാദികളായ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും നഷ്ടപ്പെട്ട തുക തിരിച്ചുപിടിക്കുവാൻ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടു. അന്തരിച്ച മുൻ പ്രസിഡന്റിനും മുൻ സെക്രട്ടറി ഡൊമിനിക് സ്കറിയ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ പങ്കാളിത്തത്തോടെ ആസൂത്രിതമായ തട്ടിപ്പാണ് നടന്നതെന്നാണ് അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന മഞ്ഞളൂർ റൂറൽ സഹകരണ ബാങ്കിൽ നടന്ന വൻ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഉത്തരവാദികളായ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും 22,13,85,348 രൂപ തിരിച്ചുപിടിക്കാൻ എറണാകുളം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടു. ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് അന്തരിച്ച ജോയ് മാളിയേക്കൽ, മുൻ സെക്രട്ടറി ഡൊമിനിക് സ്കറിയ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ പങ്കാളിത്തത്തോടെ ആസൂത്രിതമായ തട്ടിപ്പാണ് നടന്നതെന്ന് അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മതിയായ ഈട്, വാല്യുവേഷൻ എന്നിവ കൂടാതെ സ്വന്തം പേരും ബന്ധുക്കളുടെ പേരും ഉപയോഗിച്ച് കോടികൾ ബെനാമി വായ്പയായി തട്ടിയെടുത്തു. നിക്ഷേപകർ അറിയാതെ സ്ഥിര നിക്ഷേപ രസീതുകളുടെ വ്യാജ പകർപ്പുകൾ ഉണ്ടാക്കി വായ്പയെടുത്തും ബാങ്ക് സോഫ്റ്റ്വെയറിലും ഓഡിറ്റ് രേഖകളിലും കൃത്രിമം കാണിച്ചും വലിയ രീതിയിലുള്ള സാമ്പത്തിക വഞ്ചനയാണ് നടത്തിയത്. ക്രമക്കേടുകൾ വഴി സംഘത്തിനുണ്ടായ ആകെ നഷ്ടം 22,13,00,000 രൂപയാണെന്ന് കണക്കാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബാധ്യത ചുമത്തിയിരിക്കുന്നത് ജോയ് മാളിയേക്കലിനാണ്. 6,45,13,998 രൂപ. അദ്ദേഹം മരിച്ചതിനാൽ ഈ തുക അനന്തരാവകാശികളിൽ നിന്നും ഈടാക്കണമെന്നാണ് നിർദ്ദേശം. കേസിൽ ഉൾപ്പെട്ട ഡൊമിനിക് സ്കറിയ 6,81,134 രൂപ, ആനി ജോയ് 2,12,73,358 രൂപ, VM സൈനുദ്ദീൻ 1,96,58,954 രൂപ, KS ബോബൻ 1,40,90,203 രൂപ എന്നിവർ ഉൾപ്പെടെ 20 പേരോടാണ് തുക തിരിച്ചടയ്ക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ബാങ്കിന്റെ നിലവിലെ അറ്റ നഷ്ടം 28,48,00,000 രൂപയാണെന്നും പ്രവർത്തന മൂലധനം വൻതോതിൽ ചോർന്നുപോയതായും അന്വേഷണത്തിൽ കണ്ടെത്തി. ഉത്തരവ് ലഭിച്ച് 1 മാസത്തിനകം തുക ബാങ്കിൽ തിരിച്ചടയ്ക്കാത്ത പക്ഷം ബന്ധപ്പെട്ടവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടുന്നതുൾപ്പെടെയുള്ള റവന്യൂ റിക്കവറി നടപടികൾ സ്വീകരിക്കാൻ മൂവാറ്റുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.